കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണ്ണവിലയിൽ റെക്കോർഡ് വർധനവാണ് സംഭവിക്കുന്നത്. കഴിഞ്ഞ 3 മാസം കൊണ്ട് സ്വർണ്ണവില 17% ഉയരുകയും ചെയ്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് നയങ്ങൾ മൂലമുണ്ടാകുന്ന സാമ്പത്തിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ, US എക്കോണമി റിസഷനിലേക്ക് പോകുമോ എന്നുള്ള ആശങ്ക, ഡോളർ ഇൻഡെക്സിലെ ഇടിവ്, സെൻട്രൽ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട്, കൂടാതെ ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സ്വർണത്തിൻ്റെ ഉയർന്ന ഡിമാൻഡ് എന്നിവയാണ് സ്വർണ്ണവില വർദ്ധിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണം. സ്വർണ്ണവിലയിൽ ഒരു കുതിച്ചു ചാട്ടം തന്നെ നടത്തുന്ന ഈ സമയത്ത് ജ്വല്ലറി സെക്ടറിലെ സ്റ്റോക്കുകളെ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ജ്വല്ലറി സെക്ടറിലെ സ്റ്റോക്കുകളെ വാങ്ങണമോ എന്നുള്ള ഫാക്റ്റാണ് ഇന്നത്തെ വീഡിയോ വഴി നമ്മൾ പരിശോധിക്കുന്നത്. ഇവിടെ സ്വർണ്ണവിലയും ജ്വല്ലറി സെക്ടറിലെ സ്റ്റോക്കുകളുടെ പെർഫോമൻസും തമ്മിലുള്ള അനുപാതം ഒരൽപ്പം കോംപ്ലക്സ് ആണ്. ഷോർട്ട് ടൈമിലേക്ക് നോക്കുകയാണെങ്കിൽ സ്വർണത്തിൻ്റെ വില വർദ്ധിക്കുന്നത് ജ്വല്ലറി സെക്ടറിലെ കമ്പനികളുടെ പ്രോഫിറ്റ് മാർജിൻ ഉയരുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിച്ചേക്കും. കാരണം മികച്ച ഇൻവെൻട്രി മാനേജ്മെൻറ്റുള്ള കമ്പനികൾക്ക് സ്വർണത്തിൻ്റെ വില വർദ്ധിക്കുന്നതിൻ്റെ നേട്ടം നേടാൻ സാധിക്കും. അതേസമയം ദീർഘകാലം സ്വർണത്തിൻ്റെ വില ഉയർന്നു തന്നെ തുടരുകയാണെങ്കിൽ അത് സ്വർണത്തിൻ്റെ ഡിമാൻഡിനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ പല സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് തന്നെ മോശമായേക്കും. കഴിഞ്ഞ 3 മാസം കൊണ്ട് സ്വർണത്തിൻ്റെ വില 17% ഉയർന്നപ്പോൾ ജ്വല്ലറി സെക്ടറിലെ സ്റ്റോക്കുകൾ അത്ര മികച്ച പെർഫോമൻസ് അല്ല കാഴ്ചവെച്ചത്. ടൈറ്റാൻ 6% ഇടിയുകയും PC ജുവലർ 15% ഇടിയുകയും കല്യാൺ ജുവലേഴ്സ് 34% ഇടിയുകയും സെൻകോ ഗോൾഡ് 48% ഇടിയുകയും ചെയ്തു. അതേസമയം ഇന്ത്യയിൽ ജ്വല്ലറി സെക്ടറിലെ സ്റ്റോക്കുകൾക്ക് മികച്ച ഡിമാൻഡ് തന്നെയാണുള്ളത്. അതിനുള്ള പ്രധാന കാരണം ഫെസ്റ്റിവൽ സീസണിലും മാരേജ് സീസണിലും ജ്വല്ലറി ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ്, പ്രത്യേകിച്ചും ഗോൾഡ് ജ്വല്ലറി. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഗോൾഡ് ജ്വല്ലറിക്ക് എപ്പോഴും അല്ലെങ്കിൽ സ്ഥിരമായ ഡിമാൻഡുണ്ട്. അതോടൊപ്പം തന്നെ മികച്ച ഇൻവെൻട്രി മാനേജ്മെൻ്റ് ഉള്ളതും ഉയർന്ന ബ്രാൻഡ് വാല്യൂ ഉള്ളതും അതുപോലെ തന്നെ മികച്ച ഡിസ്ട്രിബ്യൂഷൻ ലൈൻ ഉള്ളതുമായ കമ്പനികൾക്കായിരിക്കും ഇവിടെ സ്വർണത്തിൻ്റെ വില ഉയരുന്നതിനനുസരിച്ചുള്ള ഇൻവെൻട്രി നേട്ടം നേടാൻ സാധിക്കുക. അതുകൊണ്ട് ഈ സെക്ടറിലെ, അതായത് ജ്വല്ലറി സെക്ടറിലെ സ്റ്റോക്കുകളെ നമ്മൾ പരിഗണിക്കുമ്പോൾ മികച്ച ഇൻവെൻട്രി മാനേജ്മെൻറ്റും മികച്ച ബാലൻസ് ഷീറ്റും ക്യാഷ് ഫ്ലോയും അഗ്രസീവ് എക്സ്പാൻഷനുമുള്ള സ്റ്റോക്കുകളെ പ്രത്യേകമായി ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. കൂടാതെ ജ്വല്ലറി സെക്ടർ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ നിന്നും ഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് മാറുന്നതുകൊണ്ട് ജ്വല്ലറി സെക്ടറിലെ ലിസ്റ്റഡ് കമ്പനികൾക്കും ഇതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ബാലൻസ് ഷീറ്റും കമ്പനിയുടെ പെർഫോമൻസും കൂടാതെ ഗോൾഡിൻ്റെ വില ഉയരുന്നതിനനുസരിച്ച് ഉയർന്ന ഗോൾഡ് മെറ്റൽ ലോൺ എങ്ങനെ കമ്പനികൾ ഹെഡ്ജ് ചെയ്യുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഫാക്റ്റാണ്. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ റെലിഗർ ബ്രോക്കേജ് ഏജൻസിയുടെ റിപ്പോർട്ട് നമ്മൾ പരിശോധിച്ചാൽ ജ്വല്ലറി സെക്ടറിലെ കമ്പനികളിൽ ടൈറ്റാൻ പോലുള്ള കമ്പനികളെ നമ്മൾക്ക് ഇപ്രാവശ്യം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി പരിഗണിക്കാവുന്നതാണ്. അതേസമയം സ്വർണത്തിൻ്റെ വില ദീർഘകാലമായി ഉയർന്ന നിലയിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് കൺസ്യൂമർ സെൻറ്റിമെൻറ്റിനെ ഇത് പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ ഗോൾഡ് ഓർണമെൻറ്റ്സിൽ തന്നെ വില കുറഞ്ഞതും ഭാരം കുറഞ്ഞതുമായ ഓർണമെൻറ്റ്സിലേക്ക് കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് മാറാനുള്ള സാധ്യതയുമുണ്ട്. ഇതെല്ലാം ജ്വല്ലറി സെക്ടറിലെ കമ്പനികളുടെ പ്രോഫിറ്റ് മാർജിനിൽ സമ്മർദ്ദം ചെലുത്തിയേക്കാം. എന്നാലും സ്വർണ്ണ നിക്ഷേപത്തിൻ്റെ 70 മുതൽ 90% വരെ സംരക്ഷണം നൽകുന്ന ടൈറ്റാൻ പോലുള്ള സ്റ്റോക്കുകളെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതുമാണ്. ഇവിടെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സ്റ്റോക്ക് ടൈറ്റാൻ തന്നെയാണുള്ളത്. ഇന്ത്യയിലുടനീളം പ്രസൻസ് ഉള്ള കമ്പനിയാണ്. അതോടൊപ്പം തന്നെ ശക്തമായ ബ്രാൻഡ് വാല്യൂവുമുണ്ട്. ആഭരണ വിപണിയിലെ, അതായത് ജ്വല്ലറി സെക്ടറിലെ തന്നെ ഒരു ലീഡിംഗ് കമ്പനി കൂടിയാണ് ടൈറ്റാൻ. രണ്ടാമത്തേത് കല്യാൺ ജുവലേഴ്സാണ്. സൗത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ വളരെയധികം എക്സ്പോസറുള്ള കമ്പനിയാണ്. പ്രതിവർഷം 90-ലധികം ഷോറൂമുകൾ ഓപ്പൺ ചെയ്യാൻ പ്ലാനുള്ള കമ്പനിയാണ്. കൂടാതെ അഗ്രസീവായിട്ടുള്ള എക്സ്പാൻഷനിലും കമ്പനി വിശ്വസിക്കുന്നു. ബ്രാൻഡ് വാല്യൂവും മികച്ചതാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കല്യാൺ ജുവലേഴ്സ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. മറ്റൊരു ബ്രോക്കേജ് ഏജൻസിയായ ബൊണാൻസ ഗ്രൂപ്പിൻ്റെ റിപ്പോർട്ട് നമ്മൾ പരിശോധിച്ചാൽ ബൊണാൻസ ഗ്രൂപ്പ് ജ്വല്ലറി സെക്ടറിൽ നിന്നും 4 സ്റ്റോക്കുകളെയാണ് സജസ്റ്റ് ചെയ്യുന്നത്: ടൈറ്റാൻ, കല്യാൺ ജുവലേഴ്സ്, തങ്കമയിൽ ജ്വല്ലറി, സെൻകോ ഗോൾഡ് തുടങ്ങിയ സ്റ്റോക്കുകൾ. ഇതിൽ സെൻകോ ഗോൾഡിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നവർ കമ്പനിയുടെ വരുന്ന ക്വാർട്ടർലി റിസൾട്ടിലെ പെർഫോമൻസ് കൂടി പരിഗണിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റിലും എബിറ്റയിലും ഗണ്യമായ ഇടിവ് വന്നിരുന്നു. ജ്വല്ലറി സെക്ടറിൽ സപ്പോർട്ട് പ്രൈസിനടുത്ത് ലഭിക്കുന്നതും മികച്ച ഫണ്ടമെൻ്റൽസ് ഉള്ളതുമായ ഒരു മാർക്കറ്റ് ലീഡർ സ്റ്റോക്കാണ് ടൈറ്റാൻ. 3000-ന് ട്രേഡ് ചെയ്യുന്നു. 3000 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സപ്പോർട്ട് സോൺ കൂടിയാണ്.
സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 3500, 3780 തുടങ്ങിയവയാണ് പ്രധാന റെസിസ്റ്റൻസുകൾ. 2780 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടാണ്. 40% ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന മറ്റൊരു സ്റ്റോക്ക് കല്യാൺ ജുവലേഴ്സാണ്. കല്യാൺ ജുവലേഴ്സ് 800 രൂപയിൽ നിന്നും ഇടിഞ്ഞ് 400 രൂപയ്ക്ക് അടുത്തെത്തുകയും അവിടെ നിന്നും 471 രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. 400-നടുത്ത് സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്